പൊതുവിദ്യാലയങ്ങളിൽ പോലും മതം കുത്തിനിറച്ച് വർഗീയ ചേരിതിരിവും കലാപവും ഉണ്ടാക്കാനാണ് ഇവിടുത്തെ മതം തീനികൾ ശ്രമം നടത്തുന്നത്. മദ്രസയാണ് ഇവിടുത്തെ പൊതുവിദ്യാലയം എന്ന് ധരിച്ചു വെച്ചിരിക്കുന്ന മതപണ്ഡിതന്മാരെ തിരുത്താൻ ഇവിടുത്തെ 150 വർഷം പഴക്കമുള്ള ആദർശവും പെരുമയും ഒക്കെ കാത്തു സൂക്ഷിക്കുന്ന കോൺഗ്രസ് എന്ന പാർട്ടിക്ക് പോലും കഴിയുന്നില്ല. മുസ്ലിം ലീഗും കോൺഗ്രസും ബെഡാ ബെഡാ ദോസ്തുക്കളാണ് എന്നുള്ള വാചകമടി മാത്രമേ ഉള്ളൂ. ലീഗ് ഒന്ന് ഉറക്കെ അലറിയാൽ കോൺഗ്രസ് പാർട്ടി അവർക്ക് മുൻപിൽ തല കുമ്പിട്ട് ഓച്ചാനിച്ചു നിൽക്കും. ഒരക്ഷരം മിണ്ടില്ല. പൊതുവിദ്യാലയങ്ങളിൽ ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായി നടത്താനിരുന്ന സൂംബ ഡാൻസിന്മേൽ അത് ആഭാസമാണ് എന്നും അല്പവസ്ത്രം ധരിച്ച് തുള്ളുന്ന ആട്ടമാണ് എന്നും ആയതിനാൽ തന്നെ എന്റെ മകനെ സ്കൂളിൽ അയക്കില്ല എന്ന് വാശി പിടിക്കുന്ന ഒരു മുസ്ലിം അധ്യാപകനെയും നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതാണ്. ഈ നാട്ടിലെ അരിയാഹാരം കഴിക്കുന്ന പൊതുജനങ്ങൾ ഇതിൽ മതം തീനികളുടെ തഴം താഴുന്ന നാലാംകിട പരിപാടിയാണ് എന്ന് വിശേഷിപ്പിച്ചാലും നമുക്ക് കുറ്റം പറയാൻ സാധിക്കില്ല. അറബി നാട്ടിൽ പോയി മുന്തിയിനം പുകയും വലിച്ച് ബെല്ലി ഡാൻസ് കണ്ട് ആസ്വദിക്കുകയും ചെയ്യുന്ന ഇത്തരത്തിലുള്ള തീനികൾക്ക് അവരുടെ അഭിമാനവും അന്തസ്സും സംസ്കാരവും ഇവിടെ ഒന്നും ഇടിഞ്ഞു വീഴുന്നില്ല. എന്റെ മകനെ സ്കൂളിൽ വിടില്ല എന്ന് വാശി പിടിക്കുന്ന മതം നേതാക്കൾ മക്കളെ അറബി രാജ്യത്തേക്ക് വിടില്ല എന്ന് പറയേണ്ടതുണ്ട്. സുംബ എന്ന് കേട്ടപ്പോൾ ജൂംബ ഡാൻസ് ആയിരിക്കുമെന്ന് കരുതിയതാവും ഇത്തരം തിട്ടൂരം ഇറക്കുന്നതെന്ന ട്രോൾ കൊണ്ട് നിസാരവൽക്കരിക്കേണ്ട വിഷയമല്ല ഇത് എന്ന് തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ ആക്ടിവിസ്റ്റായ അഞ്ജു പാർവതി വ്യക്തമാക്കുന്നത്. അവരുടെ പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: അറേബ്യൻ മണലാരണ്യങ്ങളിലെ കൂടാരങ്ങളിൽ ഹുക്ക വലിച്ചും ഒട്ടകത്തെ നിർത്തിപ്പൊരിച്ചത് തിന്നും ബെല്ലി ഡാൻസ് ഇരുന്നും കിടന്നും ചരിഞ്ഞും കാണുമ്പോഴും ആസ്വദിക്കുമ്പോഴും ഇടിഞ്ഞു വീഴുന്നില്ല ഒരു തീനിബോധവും വിശ്വാസവും. അല്ലെങ്കിലും ഇവിടെ ഇറക്കുന്ന ഷോ അങ്ങ് അറേബ്യയിൽ കാണിച്ചു നോക്കിയാൽ വിമാനത്തിൽ കൊണ്ടുവരാൻ തലയില്ലാതെ ബോഡിയെ കാണൂ എന്ന് ഈ മതത്തീനികൾക്കറിയാം. ഇവിടെ ആവുമ്പോൾ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് മേലെ അടയിരുന്ന് നല്ല സ്വയംഭൻ മതശാസനകൾ ഇറക്കാം. എന്നിട്ട് അതിനു മേലേക്ക് മതേതരത്വം എന്ന അലക്കി തുന്നിവെച്ച കുപ്പായമിട്ട് ആളെ പറ്റിക്കാം. പാർട്ടിയുടെ പേരിന്റെ മുമ്പിൽ മതം കെട്ടിയിട്ട് വലിയ വായിൽ മതേതരത്വം പ്രസംഗിക്കുമ്പോൾ അതിനെതിരെ കമാന്ന് മിണ്ടാൻ കെൽപ്പ് കാണിക്കാത്തത് കൊണ്ടാണ് നാൾക്ക് നാൾ ഈ താലിബാൻ മോഡൽ ഷോ കാണിക്കൽ കൂടുന്നത്. സൂംബ എന്ന് കേട്ടപ്പോൾ ജൂംബ ഡാൻസ് ആയിരിക്കുമെന്ന് കരുതിയാവും ഇത്തരം തിട്ടൂരം ഇറക്കുന്നത് എന്ന ട്രോൾ കൊണ്ട് നിസാരവൽക്കരിക്കേണ്ട വിഷയമല്ലിത്. പൊതുവിദ്യാലയങ്ങളിൽ മതം കൊണ്ടുവന്ന് ഇൻവെസ്റ്റ് ചെയ്യുന്ന പരിപാടി കുറേ നാളായിട്ട് മുസ്ലിം സംഘടനകൾ ഇറക്കുന്നുണ്ട്. സർക്കാർ ആവട്ടെ ഇത്തരം മതശാസനങ്ങൾക്ക് മുൻപിൽ കുനിഞ്ഞ് കുമ്പിട്ട് നിന്ന് കൊടുത്തിട്ടുമുണ്ട്. അങ്ങനെയൊക്കെ ഇതിപ്പോൾ ഒരു കീഴ്വഴക്കമാവുകയും ചെയ്തു. മദ്രസയാണ് പൊതുവിദ്യാലയം എന്നാണ് പല ഊച്ചാളി മതപണ്ഡിതരും കരുതി വച്ചിരിക്കുന്നത്. ലീഗ് വരച്ച വരയ്ക്ക് അപ്പുറം ചാടാൻ ഭയമാണ് 150 വർഷത്തിലധികം പാരമ്പര്യമുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്. മറ്റുള്ളവർക്ക് ഇല്ലാത്ത കൊമ്പ് ഒരു കൂട്ടർക്ക് മാത്രമായിട്ട് കൊടുത്തത് ശീലിപ്പിച്ച് ഇപ്പോൾ കോൺഗ്രസ് ആയി എന്ന് ആരെങ്കിലും പറഞ്ഞാൽ എതിർക്കാൻ കഴിയുമോ എന്നാണ് അഞ്ജു പാർവതി ചോദിച്ചിരിക്കുന്നത്. അതേസമയം സ്കൂളിൽ ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായി സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കുന്ന സൂംബ ഡാൻസ് പദ്ധതിക്കെതിരെയാണ് മത നേതാവ് രംഗത്ത് വന്നത്. ഇതോടെ രംഗം കുറച്ചുകൂടെ കളറാക്കാൻ വേണ്ടി മുസ്ലിം സംഘടനകളടക്കം രംഗത്ത് വരികയും ചെയ്തു. അല്പവസ്ത്രം ധരിച്ച് കൂടിക്കലർന്നുകൊണ്ട് ആടിപ്പാടാമെന്ന നിർദ്ദേശം പ്രതിഷേധാർഹമാണ്. നിലവിലുള്ള കായിക പരിശീലനം മെച്ചപ്പെടുത്തുന്നതിന് പകരം ഇവിടെ അഭ്യാസങ്ങൾ നിർബന്ധിക്കരുത്, ഇത്തരമുള്ള ആഭാസങ്ങൾക്ക് നിർബന്ധിക്കരുത് എന്നതാണ് ഇവർ പറയുന്നത്. മേനി അഴക് പ്രകടിപ്പിക്കുവാനും ഇടകലർന്നുകൊണ്ട് ആടിപ്പാടുവാനും ധാർമ്മിക ബോധം അനുവദിക്കാത്ത വിദ്യാർത്ഥികളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിനും മൗലിക അവകാശത്തിനും നേരെയുള്ള ലംഘനവും ഇതൊന്നും കൂടത്തായി വ്യക്തമാക്കുകയായിരുന്നു. കുട്ടികൾ ലിംഗ വ്യത്യാസമില്ലാതെ തന്നെ ഡാൻസ് കളിക്കുന്നതാണ് മുസ്ലിം നേതാവിനെ ഇപ്പോൾ ചോടിപ്പിച്ചുകൊണ്ട് രംഗത്ത് വരാൻ കാരണമായതും. സമസ്ത യുവജന വിഭാഗം SYS സംസ്ഥാന സെക്രട്ടറി അബ്ദുൾ സമദ് പൂക്കോട്ടരും സൂംബയ്ക്കെതിരെ രംഗത്ത് വരികയും ചെയ്തു. ആൺകുട്ടികളും പെൺകുട്ടികളും ഇടകലർന്നുകൊണ്ട് തന്നെ ഈ ഒരു സംവിധാനത്തെ സൂംബ ഡാൻസ് എന്ന് വിശേഷിപ്പിക്കുന്നു. മതബോധമുള്ള രക്ഷിതാക്കളെ സംബന്ധിച്ച് ഇത് ബുദ്ധിമുട്ടാണ് എന്നും അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗിന്റെ വിദ്യാർത്ഥി സംഘടനയും വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷനും സൂംബയ്ക്കെതിരെ രംഗത്ത് വരികയാണ് ചെയ്തതും. അതോടൊപ്പമാണ് ഈ നേതാക്കൾ ഒന്നടങ്കം ഇതിനെ വിമർശിച്ചുകൊണ്ടും എതിർത്തുകൊണ്ടും രംഗത്ത് വരുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.